വടക്കഞ്ചേരി CI ആയിരിക്കെ അനാശാസ കേസിൽ അറസ്റ്റിലായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി CPMന്റെ മാനസപുത്രനായിരുന്നു ഉമേഷ്. ആ ഉമേഷ് ഇന്ന് വളരെ വലിയൊരു കേസിൽപ്പെട്ട മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ ഉമേഷ് എന്ന് പറയുന്ന നരാധമൻ വടകര DYSP ആണ്. CPMന്റെ സന്തത സഹചാരിയായ CPMന്റെ വാലാട്ടിയായ ഉമേഷിനെതിരെ ഇത്തരത്തിൽ ഒരു കേസ് പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടിയിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പരിപാവനമായ അശോകസ്തംഭം തലയിൽ ചൂടിയ ഒരു ഉദ്യോഗസ്ഥൻ ഒരു അനാശാസ കേസിൽ അറസ്റ്റിലായ സ്ത്രീയുടെ വീട്ടിലെത്തി അവരെ വീടിന്റെ ടെറസിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. അവർക്കെതിരെ കേസെടുത്തില്ല. എവിടെ നിന്നാണ് ഈ ആരോപണം വന്നതെന്നല്ലേ? ഈ ഉമേഷിന്റെ ശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത CIയുടെ ആത്മഹത്യ കുറിപ്പിൽ നിന്നാണ് കേരളം ഞെട്ടിയ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉമേഷിന്റെ ECGയിൽ വ്യതിയാനമുണ്ടെന്ന് കാണിച്ച് ഉമേഷ് മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്ത് ഉമേഷിനെതിരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടി അടക്കം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഉമേഷ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ നാദാപുരം DYSPക്കാണ് വടകര DYSPയുടെ ചുമതല നൽകിയിരിക്കുന്നത്. ആരാണ് ഉമേഷ്? എന്താണ് ഉമേഷിന്റെ ബാക്ക്ഗ്രൗണ്ട്? നമുക്ക് പരിശോധിക്കാം. 8 മാസം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. കാലാകാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്, അവിടെ കോൺഗ്രസിനകത്തെ ചില പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ 1-2 ആളുകൾ വിമതരായി ഇടതുമുന്നണിയോട് കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. CPM ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ അടക്കം അച്ചടിച്ച് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോട്ടർമാരെ ചേവായൂർ ബാങ്കിലേക്ക് എത്തിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് അത് തടഞ്ഞു. എന്നാൽ അന്ന് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന ഉമേഷ് CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി P മോഹനന്റെ വാക്ക് കേട്ട കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കി CPMന് കള്ളവോട്ട് ചെയ്യാനുള്ള എല്ലാ അനുമതിയും നൽകിക്കൊണ്ട് അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ഉമേഷ്, അന്ന് മെഡിക്കൽ കോളേജ് CI ആയിരുന്ന വ്യക്തി പറഞ്ഞു, ഇത് അനീതിയാണ്, ഇത് അക്രമമാണ്, ആക്രമണം നടത്തുന്ന ഗുണ്ടായിസം കാണിക്കുന്ന CPMകാർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർക്കെതിരെ അവരെ തടയാൻ ശ്രമിച്ച അന്നത്തെ മെഡിക്കൽ കോളേജ് CIയെ ആക്രമിച്ചു, അദ്ദേഹത്തെ ക്രൂരമായ രൂപത്തിൽ അവഹേളിച്ചു, അദ്ദേഹത്തിന് എതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ ഒത്താശ ചെയ്ത വ്യക്തിയാണ് ഉമേഷ്. ആ ഉമേഷാണ് ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്നത്. പരിപാവനമായ അശോകസ്തംഭം അതിന്റെ പാവന വിലയറിയാതെ തലയിൽ ചൂടിയ ഉമേഷിനെ പോലെയുള്ള 4-കിട തെമ്മാടികൾ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾ പോലീസ് സേനയിൽ ജോലി ചെയ്താൽ എന്ത് സുരക്ഷിതത്വമാണ് കേരളത്തിനുള്ളത്? ഒരു പരാതിയുമായി തന്റെ മുന്നിലേക്ക് എത്തുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്ന നരാധമനായ പോലീസുകാരനാണ് ആര്? ഉമേഷ്. ഉമേഷിനെതിരെ നടപടി വേണമെന്ന പാലക്കാട് SP-യുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഉമേഷിനെ പോലെയുള്ള പുഴുക്കുത്തുകൾ കേരള പോലീസിന് അപമാനകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉമേഷിനെ പോലെയുള്ള പുഴുക്കുത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം. മെഡിക്കൽ കോളേജ് ACP ആയിരുന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ടൗണിലെ നഗരപ്രദേശങ്ങളിലെ CPM നേതാക്കന്മാരുടെ വീടുകളിലെ നിത്യ സന്ദർശകനായിരുന്നു ഉമേഷ്. CPMകാർക്ക് വഴിവിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നു ഉമേഷ്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഉമേഷ് ഒരു ബലാത്സംഗ കേസിൽ പ്രതിയാകാൻ പോവുകയാണ്. ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞ ഉമേഷിനെ പോലെയുള്ള കാക്കിയിട്ട ക്രിമിനലുകൾ കേരള പോലീസിന് അപമാനകരമായി മാറുകയാണ്. ഈ നരാധമനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, ഇവനെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട കേരള പോലീസിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഉമേഷിനെ ഇനി സംരക്ഷിക്കാൻ CPMന് കഴിയില്ല. എങ്ങനെ ഉമേഷിനെ സംരക്ഷിക്കും? മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന സമയത്ത്, വിവിധ സ്റ്റേഷനുകളിൽ CI ആയിരുന്ന സമയത്ത് CPMകാരുടെ വീടുകളിൽ അടിപ്പാവാട കഴുകിയിരുന്ന ഉമേഷ് എന്ന നരാധമനെ ഇനിയും സംരക്ഷിക്കാൻ CPM ശ്രമിച്ചാൽ CPMന്റെ മുഖം ഇനിയും വികൃതമാകും. ബലാത്സംഗ കേസിൽ പ്രതിയായ ഉമേഷിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം.